നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സോറി തന്നെ 160 നല്ല വിളിക്കേണ്ടത്. 160 പ്ലസ് ബാറ്ററിയുടെ 100 ടോട്ടൽ 260. ഇനി ഞാൻ തന്നെ 260 എന്ന് വിളിക്കാം. സോറി സർ, എന്നെ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയാ 160 എന്ന് പറഞ്ഞത്. അപ്പോ ഇനി വരുമ്പോ 260 എന്ന് പറയാം. ഇനി നമ്മൾ കാണേണ്ടി വരില്ലല്ലോ. അതിരിക്കട്ടെ, എന്താ വന്നത്? എനിക്ക് സാറിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. വരൂ, എന്റെ ക്യാബിനിലേക്ക് ഇരിക്കാം. ശരി സർ. ഗുഡ് മോർണിംഗ്. 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 ഹായ്, ഗുഡ് മോർണിംഗ്. എടൂ, അവര് തന്നെയല്ല എന്നെ വിഷ് ചെയ്യുന്നത്. അതിനെന്താ, ആര് വിഷ് ചെയ്താലും നമ്മൾ തിരിച്ചു വിഷ് ചെയ്യണം. സാർ ആരും തിരിച്ചു വിഷ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ വിഷ് ചെയ്തു. അത് കാണുന്നവർക്കൊരു സന്തോഷല്ലേ? ഓ ശരി, വാ. വാന്നല്ല, വരൂന്ന് വിളിക്കണം. അതാണ് മര്യാദ. ഓക്കെ മാഡം, വരൂ. വാ. ഇരിക്കേ. വേണ്ട സർ, ഞാൻ നിന്നോളാം. ഇരിക്കടോ. നമ്മൾ തമ്മിലുള്ള കണക്കെല്ലാം തീർന്നാണല്ലോ. പിന്നെ ഇപ്പൊ എന്താ പുതിയ വിഷയം? നമ്മൾ ഒരുമിച്ച് എന്റെ നാട്ടിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയില്ലേ, അതാണ് പുതിയ പ്രശ്നം. ഞാൻ കാലുവഴുതി വീണപ്പോ സാർ എന്നെ പിടിച്ചില്ലേ? എന്റെ കസിൻ അത് മൊബൈലിൽ പകർത്തി വീട്ടിൽ കാണിച്ചു. സോ വാട്ട്? ഒരാൾ വീഴാൻ പോയപ്പോഴല്ലേ ഹെൽപ്പ് ചെയ്തത്? അതെങ്ങനെ പ്രശ്നമാവുന്നേ? ഇന്നത്തെ കാലത്ത് നല്ല മനസ്സുള്ളവർക്ക് ചീത്തപ്പേര് ഉറപ്പാണ് സർ. അവര് പറയുന്നത് നമ്മൾ ഓപ്പണായിട്ട് വേറെന്തോ ചെയ്യുമായിരുന്നു എന്നാ. വേറെ എന്തോന്ന് പറഞ്ഞ? എന്നുവെച്ചാ ഈ ലവേഴ്സ് ഒക്കെ ഓരോന്നൊക്കെ ചെയ്യില്ലേ? ലവേഴ്സ് എന്താ ചെയ്യുന്നേ? എനിക്ക് ലവർ ഇല്ലാത്തതുകൊണ്ട് ആ വിഷയമൊന്നും അത്ര നിശ്ചയം പോരാ. എനിക്കും ലവറൊന്നുമില്ല. എന്നാൽ ഈ സിനിമയിലൊക്കെ കാണില്ലേ? ഞാൻ സിനിമയും കാണാറില്ല. സിനിമയിലെ ലവേഴ്സ് എന്താ ചെയ്യുന്നേ? ഓ, എന്നെ കൊണ്ടത് പറയിക്കാനുള്ള അടവാണല്ലേ? ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറയാം. ഞാനും സാറും തമ്മില് ലവ് ആണെന്നും നമ്മൾ എപ്പോഴും കറങ്ങി നടക്കുകയാണെന്നൊക്കെയാ അവര് പറയുന്നത്. സാറ് ചിരിക്കൊന്നും വേണ്ട. സാറിനത് തമാശയായിരിക്കും. പക്ഷെ സാർ ഒന്നും ഓർക്കണം, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് വെറും ഇന്നസെന്റായ ഇലയ്ക്കാം. ശരി, ഇലയ്ക്ക് വന്ന കേട് റിപ്പയർ ചെയ്യാൻ മുള്ളിപ്പ് എന്ത് ചെയ്യണം അത് പറ. മാധവ്, നടന്ന കാര്യങ്ങള് വിശദമായിട്ട് പറഞ്ഞ് ഞാനൊരു നല്ല കുട്ടിയാണെന്ന് സാർ ഒരു ഡിക്ലറേഷൻ തരണം. അത്രയ്ക്കൊക്കെ വേണോ? വേണം സർ. എന്റെ കസിൻ എന്നെ അത്രയ്ക്ക് നാണം കെടുത്തി. ശരി, എങ്കിൽ മാറ്റർ എന്റെ പിയോട് പറഞ്ഞ് ടൈപ്പ് ചെയ്യിച്ചോളൂ, ഞാൻ സൈൻ ചെയ്തുതരാം. അയ്യോ, അത് വേണ്ട സർ. സർ പറഞ്ഞാ മതി, ഞാനത് എന്റെ മൊബൈലിൽ വീഡിയോ എടുക്കാം. ഇത്തരത്തിലൊരു പ്രശ്നം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാനും ഇത്തരത്തിലൊരു ചീത്തപ്പേര് ഞാനും ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല സർ. ശരി, വീഡിയോ എടുത്തോളൂ. സർ, കുറച്ചിങ്ങോട്ട് മാറി നിന്ന് പറഞ്ഞ ലൈറ്റ് കൃത്യമായിരിക്കും. ഓ, അങ്ങനെ ആവട്ടെ. അല്ല, ഇയാളുടെ പേരെന്താ? അയ്യോ, പേരൊന്നും പറയണ്ട സർ. മിഡിൽ ക്ലാസ് ഫാമിലിയാ. പേരൊക്കെ പുറത്തു വന്നാ പിന്നെ അതാവും അടുത്ത പ്രശ്നം. അതിന് താൻ പുറത്തുവിട്ടല്ലേ വീഡിയോ പുറത്തു വരുള്ളൂ. പേര് പറഞ്ഞാല് ഡിക്ലറേഷൻ തരും. നിധി. എന്ത് വിധിയെന്നോ? അയ്യോ അല്ല സർ, ഞാൻ എന്റെ പേര് പറഞ്ഞതാ. നിധിന്ന്. നിധിന്നാ എന്റെ പേര്. നൈസ് നെയിം, നിധി ദ ട്രഷർ. തന്റെ വീട്ടുകാർക്ക് താനൊരു നിധി തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനൊന്നും ഇല്ല സർ, ഒരു പേരല്ലേ. കയ്യിലില്ലാത്തത് പേരിലിരിക്കട്ടെ എന്ന് അമ്മ കരുതി കാണും. ഷൂട്ട് ചെയ്യട്ടെ സർ? ഓ ഷുവർ.
നിധി എന്ന കുട്ടിയുമായി എനിക്ക് യാതൊരു റിലേഷനുമില്ല. അപ്രതീക്ഷിതമായി ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. മെഡിസിൻ വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ചിരുന്ന ആ കുട്ടിയെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ പ്രേമിക്കാനും പെൺകുട്ടികൾക്കൊപ്പം ചുറ്റിക്കറങ്ങാനും ഒട്ടും സമയമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. എന്റെ അമ്മ ചൂണ്ടിക്കാട്ടുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. പോരെ? മതി സർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, സീ യു. സർ, ആ, അപ്പൊ നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും തീർന്നു. ഇനി സർ ആരോ ഒരാൾ, ഞാൻ വേറെ ആരോ ഒരാൾ. വി ആർ സ്ട്രേഞ്ചേഴ്സ്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് താൻ പറയണ്ട. കാണാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കാണും. നിധി പോയിട്ട് ഒരുപാട് നേരായി. ഇതുവരെ അവളെ കണ്ടില്ലല്ലോ. അവള് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ചന്ദ്രി. നമ്മുടെ കുട്ടിയല്ലേ അവള്. അവൾ അബദ്ധത്തിലൊന്നും ചാടില്ല എന്ന് നമുക്കറിയില്ലേ? ഓ, ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അവൾ അതിൽ നിന്നും മാറില്ല. പറഞ്ഞു കേട്ടിടത്തോളം ആ ഗൗതം വലിയ തിരക്കുള്ള മനുഷ്യനാ. ഇവള് ചെന്നാ കാണാൻ പറ്റുമെന്തോ. കണ്ടു കാണും. അതാവും നിധി വരാൻ വൈകുന്നത്. കണ്ട ഉടനെ അയാളെയും വശീകരിച്ച് വല്ല ടൂറിനും പോയോന്ന് ആരറിഞ്ഞു? ഏയ്, അതിനൊന്നും സാധ്യതയില്ലമ്മേ. നിധിയുടെ വശീകരണ മന്ത്രത്തിലൊന്നും ഗൗതം വീഴാൻ പോകുന്നില്ല. ശിവാനി, നിന്റെ അമ്മയ്ക്ക് കിട്ടിയതുപോലെ നീയും എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അല്ലേലും എന്നെ ഇവളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് വല്ലാത്ത ഉത്സാഹം. വന്നല്ലോ അഴിഞ്ഞാട്ടക്കാരി. നിർത്തടി. ഇനി ഒരിക്കൽ കൂടി ആ വാക്ക് ഉപയോഗിച്ച് എന്നെ വിളിച്ച വായ്ക്കുള്ളിലെ പല്ല് കുറെ എണ്ണം തറയിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും. വേറെ എന്ത് വാക്കാ ഇവള് നിന്നെ വിളിക്കേണ്ടത്? ഗൗതമിന്റെ കൂടെ നീ അഴിഞ്ഞാടുന്നത് ഈ നാട്ടുകാർ മുഴുവനും കണ്ടതല്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിധി എന്ന കുട്ടിയുമായി എനിക്ക് യാതൊരു റിലേഷനുമില്ല. അപ്രതീക്ഷിതമായി ഞങ്ങളൊരു മെഡിക്കൽ ഷോപ്പിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. മെഡിസിൻ വാങ്ങാൻ പണമില്ലാതെ വിഷമിച്ചിരുന്ന ആ കുട്ടിയെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തു. പിന്നെ പ്രേമിക്കാനും പെൺകുട്ടികൾക്കൊപ്പം ചുറ്റിക്കറങ്ങാനും ഒട്ടും സമയമുള്ളൊരു വ്യക്തിയല്ല ഞാൻ. അപ്പൊ ഇവളും ഗൗതവും തമ്മിൽ വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. ഓ, ആശ്വാസായി. അമ്മയ്ക്ക് ഇനി എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി തന്നെ നിൽക്കാം. ഞാൻ ആരുടെയും കൂടെ ചുറ്റാൻ പോയിട്ടില്ല. അമ്മ എന്നെ വളർത്തിയത് നന്നായിട്ട് തന്നെയാ. ഞാൻ അമ്മയെ മറന്ന് ആരെയും പ്രേമിക്കില്ല. അല്ലെങ്കിലും നീയും ഗൗതവും തമ്മിൽ പ്രേമമാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഗൗതമിനെ പോലൊരു കോടീശ്വരൻ നിന്നെ പോലൊരു ദരിദ്രവാസിയെ പ്രേമിക്കുമെന്ന് കരുതാൻ മാത്രം വിഡ്ഢികള് ഈ നാട്ടിലാരും ഇല്ല. അയാളെന്നല്ല, അയാളെക്കാളും വലിയ കോടീശ്വരൻ വന്നാലും എനിക്കതൊന്നും വിഷയമല്ല. വളരെ ശ്രദ്ധാപൂർവമാണ് ഞാൻ ഓരോ ചുവടും വെക്കുന്നത്. എന്റെ മനസ്സിൽ ഒരിക്കലും പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല.